ഹലോ ഡിയേഴ്സ്, ഫ്ലുവൻസി ചലഞ്ച് ഉഷാറായിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ? ഏകദേശം സ്ട്രക്ചറുകളൊക്കെ ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ അതനുസരിച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. പ്രാക്ടീസ് ചെയ്യണം. ഒരു കാര്യം ചെയ്യുകയായിരുന്നു, ഒരു കാര്യം ചെയ്യുകയല്ലായിരുന്നു എന്നുള്ളതൊക്കെ പറയാൻ കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ ഇത് നേരെ ഇനി ചോദിക്കാൻ പോകണം. ചെയ്യുകയായിരുന്നോ? ഞാൻ വന്നപ്പോ ഈ ഉറങ്ങായിരുന്നോ? അവൻ വിളിച്ചപ്പോ നീ വായിക്കുകയായിരുന്നോ? അല്ലെങ്കിൽ അവർ വന്ന സമയത്ത് നീ കളിക്കുകയല്ലായിരുന്നോ? ഇങ്ങനെ നമുക്ക് ഈ കാര്യങ്ങൾ ചോദിക്കേണ്ടി വരുന്നോ? ആയിരുന്നോ അല്ലെങ്കിൽ ആയിരുന്നില്ലേ അല്ലെങ്കിൽ അല്ലായിരുന്നോ എന്ന് ചോദിക്കേണ്ടി വരും അല്ലെ? ഈ ചോദ്യങ്ങൾ എങ്ങനെ നമുക്ക് തെറ്റില്ലാതെ ഈ ഒരു സ്ട്രക്ചർ ഇംഗ്ലീഷിൽ ചോദിക്കാം? നമുക്ക് ഡെയിലി ചോദിക്കേണ്ടി വരുന്നതാണ്. ലൈഫിൽ നമുക്ക് പലപ്പോഴായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു പ്രയോഗമാണ്. ഒരു കാര്യം ചെയ്യായിരുന്നോ അല്ലെങ്കിൽ ചെയ്യല്ലായിരുന്നോ എന്നൊക്കെ നമ്മൾ ചോദിക്കുമല്ലോ. ആ ചോദ്യം ഇതെങ്ങനെ ചോദിക്കാം എന്നുള്ളതാണ്. അപ്പൊ ഈ ചെയ്യുകയായിരുന്നോ, ചെയ്യുകയായിരുന്നില്ലേ അല്ലെങ്കിൽ ചെയ്യല്ലായിരുന്നോ എന്ന് ചോദിക്കാന് നമ്മൾ ഇന്നലെ പഠിച്ച രണ്ടാളുണ്ടല്ലോ. ആരൊക്കെയായിരുന്നു? വാസ് ആൻഡ് വെയർ അല്ലെ? ആരായിരുന്നു? വാസ്. ഇന്നലെ മീൻസ് കഴിഞ്ഞ ക്ലാസ് കേട്ടോ. വാസ് ആൻഡ് വെയർ, ഈ രണ്ടാളുകളാണ് സെന്റൻസിൽ നമ്മൾ പറഞ്ഞത്. സബ്ജക്ട് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് ING ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ? അപ്പൊ ഇങ്ങനെ നമ്മൾ സെന്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യുകയായിരുന്നു അല്ലെങ്കിൽ ഇവിടെ നോട്ട് ഇട്ട് കൊടുത്താൽ ചെയ്യുകയല്ലായിരുന്നു എന്നാണ്. ഇനി ഇത് ചോദ്യം ചോദിക്കണമെങ്കിൽ ആരാണോ ഉള്ളത് അവരെ കൊടുത്ത് എന്താക്കിയാൽ മതി? സ്റ്റാർട്ടിങ്ങിൽ കൊടുത്താൽ ചോദ്യമായി. ഓൾറെഡി നമ്മൾ ചോദ്യം ഉണ്ടാക്കേണ്ടതിന്റെ എങ്ങനെയാണ് ഈസി ആയിട്ട് ചോദ്യം ഉണ്ടാക്കാന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ഓർമ്മ ഉണ്ടെങ്കിൽ ഇത് സുഖമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. നോക്കിക്കോളൂ. അലി വാസ് സ്ലീപ്പിംഗ്. അലി ഉറങ്ങുകയായിരുന്നു അല്ലെ? അലി ഉറങ്ങുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ അലി ഉറങ്ങുകയായിരുന്നോ എന്ന് ചോദിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഒന്നുമില്ല, ഇവിടെ ഉള്ള ഈ വാസിനെ നേരെ എടുത്തിട്ട് ഇവിടെ കൊണ്ടിട്ടാ മതി. വാസ് അലി സ്ലീപ്പിംഗ് എന്ന് ചോദിച്ചാൽ അലി ഉറങ്ങുമായിരുന്നോ എന്നാണ് അതിന്റെ അർത്ഥം. അലി ഉറങ്ങുകയായിരുന്നോ? വാസ് അലി സ്ലീപ്പിംഗ്. വാസ് അലി സ്ലീപ്പിംഗ്. അലി ഉറങ്ങുകയായിരുന്നോ? ജസ്റ്റ് ആ വാസിനടുത്ത് നമ്മൾ സ്റ്റാർട്ടിങ്ങിലേക്ക് ഇട്ടു. അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കൂ. ഷി വാസ് നോട്ട് റീഡിങ്. ഷി വാസ് നോട്ട് അല്ലെങ്കിൽ ഷി വാസിന്റ് റീഡിങ്. അവൾ വായിക്കല്ലായിരുന്നു. അപ്പൊ നമുക്ക് ചോദിക്കണം, അവൾ വായിക്കല്ലായിരുന്നോ അല്ലെങ്കിൽ അവൾ വായിക്കുകയായിരുന്നില്ലേ? അവൾ വായിക്കല്ലായിരുന്നോ എന്ന് ചോദിക്കണമെങ്കിൽ എന്താകണം? വാസ് നോട്ട്. ഇത് മൊത്തം കേട്ടോ. വാസിന്റ് എന്നുള്ളതിന്റെ എടുത്തിട്ട് മുന്നിലേക്ക് ഇടും. നമ്മൾ വാസിന്റെ എടുത്തിട്ട് മുന്നിലേക്ക് ഇടും. വാസിൻ ഷീ റീഡിങ്. വാസിൻ ഷീ റീഡിങ്. അവൾ വായിക്കുകയായിരുന്നില്ലേ എന്നാണ് അതിന്റെ അർത്ഥം. വാസിൻ ഷീ റീഡിങ്. അവൾ വായിക്കല്ലായിരുന്നോ? ഓക്കെ, അടുത്ത നോക്കിക്കോളൂ. They were arguing. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദം നടത്തിയിരുന്നു. വാദിക്കുകയായിരുന്നു. അതാണ് they were arguing. they ഒന്നിൽ കൂടുതലുണ്ട്, അതുകൊണ്ടാണ് were വന്നത്. അപ്പൊ അവർ വാദിക്കുകയായിരുന്നോ എന്നെങ്ങനെ ചോദിക്കണം? സിമ്പിൾ. ഇതിലുള്ള വേറിന്റെ അടുത്ത് നമ്മൾ അങ്ങോട്ട് ഇടുന്നു, മുന്നിലേക്ക് ഇടുന്നു. were they arguing? were they arguing? were they arguing in the meeting? അവർ മീറ്റിംഗിൽ വാദിക്കുകയായിരുന്നോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അടിപിടി കൂടുകയായിരുന്നോ? വായ കൊണ്ട് കേട്ടോ എന്നാണ് അതിന്റെ അർത്ഥം. they were arguing. he was playing. he was playing. അവൻ കളിക്കുകയായിരുന്നു. ഞാൻ ഇന്നലെ വീട്ടിൽ പോയ സമയത്ത് അവൻ കളിക്കുകയായിരുന്നു. അതാണ് he was playing. അപ്പൊ ഞാൻ അടുത്തത്, ഈ പോയ സമയത്ത് അവൻ കളിക്കല്ലായിരുന്നോ നമുക്ക് ചോദിക്കണ്ടില്ലേ? അവൻ കളിക്കുകയല്ലായിരുന്നോ എന്ന് ചോദിക്കണം, അല്ലെങ്കിൽ അവൻ കളിക്കുകയായിരുന്നോ എന്ന് ചോദിക്കണം. അതാണിത്. അവൻ കളിക്കുകയായിരുന്നോ. വാസിനടുത്ത് സ്റ്റാർട്ടിങ്ങിൽ ഇട്ടാല് വാസ് ഹി പ്ലേയിങ്. അവൻ കളിക്കുകയായിരുന്നു. പോയി നോക്കിയ സമയത്ത് അവൻ കളിക്കുകയായിരുന്നോ. അതാണിത്. വാസ് ഹി പ്ലേയിങ്. ഇനി കളിക്കുകയല്ലായിരുന്നോ എന്ന് ചോദിക്കണമെങ്കിൽ വാസിന്റ് എന്നാക്കിയാൽ വാസിന്റ് എന്നാക്കി കൊടുത്താല് കളിക്കുകയല്ലായിരുന്നോ എന്നുള്ള അർത്ഥം കിട്ടും. നെഗറ്റീവായി വാസിന്റ്. ഓക്കെ, അടുത്തത്. സോബിറ വാസ് കുക്കിംഗ്. സോബിറ കുക്ക് ചെയ്യായിരുന്നു, പാചകം ചെയ്യുകയായിരുന്നു. അപ്പൊ സോബിറ പാചകം ചെയ്യുകയായിരുന്നോ എന്നെങ്ങനെ ചോദിക്കാം? ജസ്റ്റ് ഇവിടെയുള്ള വാസിനെ എടുത്തിട്ട് സ്റ്റാർട്ടിങ്ങിലേക്ക് ഇട്ട് കൊടുത്താൽ ചോദ്യമായി. വാസ് സോബിറ കുക്കിംഗ്. സോബിറ പാചകം ചെയ്യുകയായിരുന്നോ? വാസ് സോബിറ കുക്കിംഗ്. സോബിറ പാചകം ചെയ്യുകയായിരുന്നോ എന്നുള്ള അർത്ഥം കിട്ടാൻ ഇപ്പൊ നമ്മൾ ഇനി ഇത് തെറ്റിക്കൂലല്ലോ അല്ലെ? ഐ വാസ് റീഡിങ്. ഞാൻ വായിക്കുകയായിരുന്നു. അപ്പൊ നീ വായിക്കുകയായിരുന്നോ എന്നെങ്ങനെ ചോദിക്കുക? നീ വായിക്കുകയായിരുന്നോ എന്ന് ചോദിക്കാന് നമ്മൾ ചോദ്യം മാറി യു ആകൂലേ? അതുകൊണ്ടാണ് ഇവിടെ വേർ ആയത്. വേർ യു റീഡിങ്. നീ വായിക്കുകയായിരുന്നു. കാരണം അവിടുന്ന് ഐ മാറി നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ യു ആകൂലേ? നീ വായിക്കായിരുന്നോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ നീ ആവുമ്പോ വേർ ആണ് വരിക. അതാണ് സംഭവം. ഒരു മാറ്റം കാണാനാണ് കേട്ടോ. വേർ യു റീഡിങ്. വായിക്കുകയായിരുന്നോ? ഐ വാസ് റീഡിങ് എന്നുള്ളതിന്. അടുത്തത്, they were not listening. they were not listening. അവർ ക്ലാസ് ശ്രദ്ധിക്കല്ലായിരുന്നു. അവർ ക്ലാസ് ശ്രദ്ധിക്കുകയായിരുന്നില്ല. അപ്പൊ അതെങ്ങനെ നമ്മൾ ചോദ്യം ചോദിക്കുക? അവർ ക്ലാസ് ശ്രദ്ധിക്കുകയായിരുന്നില്ലേ എന്ന് ചോദിക്കണമെങ്കിൽ വേർ നോട്ട് അല്ലെങ്കിൽ വേറിന്റ് എന്നുള്ളതിനടുത്ത് സ്റ്റാർട്ടിങ്ങിലേക്ക് ഇട്ടാൽ ചോദ്യമായി. weren't they listening? weren't they listening? അവർ ശ്രദ്ധിക്കായിരുന്നില്ലേ അല്ലെങ്കിൽ ശ്രദ്ധിക്കല്ലായിരുന്നോ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ ഇത് കിട്ടിയല്ലോ അല്ലെ? ഇത്രയേ ഉള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യുകയായിരുന്നില്ലേ എന്ന് ചോദിക്കാൻ വാസ് അല്ലെങ്കിൽ വേറിന്റെ നെഗറ്റീവ് ഫോം സ്റ്റാർട്ടിങ്ങിലേക്ക് ഇട്ട് ചോദിച്ചാൽ മതി. വാസ് സബ്ജക്ട് സിംഗുലർ ആകുമ്പോൾ വരും,
വേർ എന്നുള്ളത് സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോഴും വരും, ഐന്റെ കൂടെ വാസാണ് വരിക. ഈ ഒരു കാര്യം കൂടി ഓർത്ത് വെച്ചാല് ഈ ഒരു സ്ട്രക്ചർ നമുക്ക് തെറ്റില്ലാതെ ഇനി ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ക്ലാസ് കേൾക്കുകയായിരുന്നോ എന്നെങ്ങനെ ചോദിക്കാം? ഒന്ന് കമന്റ് ചെയ്യൂ കേട്ടോ.